ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 13. പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ. ശ്ലോകം 16. ബഹിരന്തശ്ച ഭൂതാനാം അജരം ചരമേവ ച സൂക്ഷ്മത്വാതദവിജ്ഞേയം ദൂരസ്ഥം ചാന്തികേ ച തത്. വിവർത്തനം. പരമതത്വം ചരങ്ങളും അചരങ്ങളുമായ എല്ലാ ജീവികളുടെ ഉള്ളിലും പുറത്തും കുടികൊള്ളുന്നു. അതിസൂക്ഷ്മഭാവം മൂലം ഭൗതികേന്ദ്രിയങ്ങൾക്ക് അദ്ദേഹത്തെ കാണാനോ അറിയാനോ കഴിയില്ല. അതിദൂരസ്ഥനെങ്കിലും ഏവർക്കും സമീപസ്ഥനുമാണ് അദ്ദേഹം. ഭാവാർത്ഥം. പരംപുരുഷനായ നാരായണൻ ജീവസത്തകളുടെ എല്ലാം ഉള്ളിലും പുറത്തും കുടികൊള്ളുന്നുണ്ടെന്ന് വൈദിക സാഹിത്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. ആധ്യാത്മികവും ഭൗതികവുമായ ലോകങ്ങളിൽ സന്നിഹിതനാണ് അദ്ദേഹം. ദൂരസ്ഥനെങ്കിലും സമീപസ്ഥനുമാണ്. വൈദിക സാഹിത്യത്തിലെ പ്രസ്താവനകളാണിവ. ആസീനോ ദൂരം വ്രജതി ശയാനോ യാതി സർവതഃ എന്ന് ഘടോപനിഷത്ത് 1:2:21. എപ്പോഴും ആധ്യാത്മികാനന്ദത്തിൽ മുഴുകിയിരിക്കുന്ന പരമപുരുഷൻ തൻ്റെ സമ്പൂർണ്ണ ഐശ്വര്യങ്ങൾ അനുഭവിക്കുന്നതെങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഭൗതികേന്ദ്രിയങ്ങൾക്ക് അഗ്രാഹ്യമാണത്. അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ഈ ഭൗതികങ്ങളായ ഇന്ദ്രിയങ്ങളും മനസ്സും കൊണ്ട് സാധിക്കുകയില്ല എന്ന് വൈദിക ഗ്രന്ഥങ്ങൾ പറയുന്നു. കൃഷ്ണാവബോധ പരിശീലനത്താൽ ഇന്ദ്രിയ മനസ്സുകളെ പവിത്രീകരിച്ച് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് മാത്രം നിരന്തരം ഭഗവത് ദർശനം സാധ്യമാവും. പരംപുരുഷനിൽ പ്രേമം വളർന്ന ഭക്തന് അദ്ദേഹം എപ്പോഴും പ്രത്യക്ഷനായിരിക്കുമെന്നാണ് ബ്രഹ്മസംഹിതയിൽ പ്രസ്താവിക്കുന്നത്. ഭക്തിപൂർവം സേവിക്കുന്നവർക്ക് മാത്രം അദ്ദേഹത്തെ കാണാനും മനസ്സിലാക്കാനും കഴിയുമെന്ന് ഭഗവത്ഗീതയും ഉറപ്പു നൽകുന്നുണ്ട്. ഭക്ത്യാ ത്വനന്യയാ ശക്യ 11:54. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.